എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മാത്തമാറ്റിക്സിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. പലപ്പോഴും ഞാൻ പറയുന്ന പോലെ മാത്തമാറ്റിക്സ് ഈസ് എ മാജിക്. മാത്തമാറ്റിക്സിൽ പലയിടങ്ങളിലും മാജിക് ഒളിഞ്ഞു കിടപ്പുണ്ട്. വെറും നിമിഷ നേരങ്ങൾ കൊണ്ട് ഗുണിച്ച ഗുണനഫലം പറയാൻ പറ്റുന്ന രണ്ട് മാജിക്കൽ വിദ്യകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമതായി, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ ബൈ 11, ഒരു സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കുന്നതിനുള്ള വിദ്യ. ശ്രദ്ധിക്കുക. 23 into 11 is equal to 253. 34 into 11 is equal to 374. 28 into 11 is equal to 308. നിങ്ങൾക്ക് വിദ്യ ചിലപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞുതരാം. ഒരു സംഖ്യയെ, ഒരു രണ്ടക്ക സംഖ്യയെ ഇവിടെ 11 കൊണ്ട് ഗുണിക്കുന്നതിന് ഈ രണ്ടക്ക സംഖ്യ ഒറ്റയുടെയും 10ന്റെയും 100ന്റെയും സ്ഥാനങ്ങളായിട്ട് വരുന്നതില് ഒറ്റയും 100ഉമായിട്ട് ഈ സംഖ്യ എഴുതി. 23 എന്നത് ഇവിടെ ഒറ്റയും 100ഉം സ്ഥാനങ്ങളിൽ എഴുതിയിട്ട് 2ഉം 3ഉം കൂടെ പ്ലസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം നടുക്ക് എഴുതി കഴിഞ്ഞാൽ 23നെ 11 കൊണ്ട് ഗുണിക്കുന്നതിന്റെ ഉത്തരമായി. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 34 into 11 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക 3 + 4 7. 34ന്റെ നടുക്ക് 7 എഴുതിയാൽ ഉത്തരമായി. അപ്പൊ ഇവിടെ എന്താ ഒരു ചെറിയൊരു വ്യത്യാസം വന്നത്? 8 + 2 10 ആണ്. 10ന്റെ ഒരു റിമൈൻഡർ ഒരു 1 അവിടെ ഇരിപ്പുണ്ട്. അപ്പോ 28 എന്ന് എഴുതിയിട്ട് 10ന്റെ 0യും ആ 1 കൂടെ 2നോട് ചേർത്ത് എഴുതി വയ്ക്കുക. അപ്പോ 308 എന്നായി. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഓക്കെ. 42 into 11 is equal to, നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പറയാം എത്രയാണ്? 462. 462. 81 into 11 is equal to 8 + 1 9. 81. 44 into 11 is equal to 44. 4 + 4 8. എല്ലാവർക്കും ഐഡിയ കിട്ടിയല്ലോ. എന്താണ്? 71 into 11 ചെയ്യാൻ 71 എന്ന് എഴുതിയതിന് ശേഷം 7 + 1 ഇവിടെ എഴുതുന്നു. അതാണ് 11 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുന്നതിനുള്ള മാജിക്. ഇനി ഒരു നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. 39 എന്ന് പറഞ്ഞാൽ 39 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 39 എഴുതി. പക്ഷെ അവിടെ വ്യത്യാസം 9 + 3 12. 12ന്റെ 2 മാത്രം ഇവിടെ എഴുതൂ. ഇവിടെ 4ഉം എഴുതി. അപ്പോൾ 429. 27 into 11 297. കിട്ടിയല്ലോ. അപ്പോൾ 11 കൊണ്ട് ഗുണിക്കുന്നതിനുള്ള ഒരു വിദ്യ. ഇനി അടുത്ത ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് അടുത്ത മാജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സംഖ്യകള് 34 into 36 equals 42 into 48 equals 57 into 53 equals 65 into 65 equals 74 into 76 equals. ഏതാനും സംഖ്യകൾ ഗുണിക്കുന്നതിനായി ഞാൻ എഴുതിയിരിക്കുകയാണ്. നമുക്ക് അവയുടെ ഗുണനഫലം ഒന്ന് കാണാം വിതിൻ സെക്കൻഡ്സ്. ഇതിന്റെ ഉത്തരം ഞാൻ പറയട്ടെ. 12 24. എങ്ങനെയെന്ന് മനസ്സിലായോ? അടുത്തതിന്റെ ഉത്തരം ഞാൻ പറയാം.
2016. ഒരു ഗുണനഫലം ചെയ്യുന്നതിന് എത്ര സെക്കൻഡ് എടുത്തു? 1 സെക്കൻഡ് കൊണ്ട് ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളും ഇപ്പോൾ തന്നെ പറയും. ഇതിന്റെ ഉത്തരം ഒക്കെ നിങ്ങൾ പറയും. ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇതില് 3 കഴിഞ്ഞുള്ള കൗണ്ടിങ് നമ്പർ 1, 2, 3 കഴിഞ്ഞുള്ളത് 4. 3 into 4 12. കണ്ടോ? 4 ഇവിടുത്തെ നമ്പർ 4, ഫസ്റ്റ് ഡിജിറ്റ് 4. 4 കഴിഞ്ഞുള്ള കൗണ്ടിങ് നമ്പർ 1, 2, 3, 4 കഴിഞ്ഞുള്ള 5. 4 into 5 20. ഇനി 4 into 6 24. 2 into 8 16. ഇനി നിങ്ങൾ പറയും. ഇവിടെ 57 into 53 ചെയ്യാൻ 5 കഴിഞ്ഞുള്ള കൗണ്ടിങ് നമ്പർ 5, 6. 5 into 6 ചെയ്യണം. 5 into 6 30. Then 7 into 3 21. കണ്ടോ? നിമിഷങ്ങൾ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിച്ചു. നോക്കാം. ഇതാണെങ്കിൽ 65 into 65 ചെയ്യുന്നത്, സ്ക്വയർ ചെയ്യുന്ന, വർഗം കാണുന്നത് എങ്ങനെയെന്നുള്ള ഒരു ക്ലാസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇവിടെ നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോവാം. 6 into 7 42. 5 into 5 25. ഇതോ പറയണം. 56 24. ഇനി 81 into 89. 81 into 89 72. 4 ഡിജിറ്റ് വരണം. നമുക്കറിയാം 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം ആൻസർ. അപ്പോ 1 into 9 909 എന്ന് എഴുതാം. Then 96 into 94. അപ്പോൾ 9 കഴിഞ്ഞുള്ള നമ്പർ 10. 9 into 10 90. 6 into 4 24. Then 103 into 107. 10 11. 11 into 10 110. 3 into 7 21. 114 into 116. 11 into 12. 11 into 12. 12 into 11 എങ്ങനെയെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 11 into 12. 11 into 12. 1 plus 2 3 ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. ആൻഡ് 4 into 6 24. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ രണ്ടക്ക സംഖ്യകൾ ഇത്രയും എളുപ്പം ഗുണിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചതെന്ന്. പക്ഷേ ഈ മാജിക്കിന് എല്ലാ സംഖ്യകളും ഗുണിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെയോ ഈ സംഖ്യകൾക്ക് ചില പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ സംഖ്യകളും ആരംഭിക്കുന്നത് സെയിം ഡിജിറ്റ് ആയിരിക്കണം. നോക്കുക. 36 34 30. 57 53 50 50. 96 94 90 90. അങ്ങനെ ഒരു കണ്ടീഷൻ 1. സെക്കൻഡ് കണ്ടീഷൻ ഈസ് സം ഓഫ് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു 10. ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങളുടെ തുക 10 ആയിരിക്കണം. നോക്കുക. 4 6 4 plus 6 10. 2 8 10. 7 3 10. 5 5 10. 4 6 10. 1 9 10. ഈ രണ്ട് കണ്ടീഷൻസ് പാലിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലം മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ നിങ്ങൾ മറ്റുള്ളവരെ മാജിക് കാണിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ തയ്യാറായില്ലേ? ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.